എലമെൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി ആയിട്ടുള്ള കോംപ്ലക്സ് ഫോർമേഷനാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ട്രാൻസിഷൻ എലമെൻസിന് ഒരുപാട് കോംപ്ലക്സുകളെ ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. എന്താണ് ഈ കോംപ്ലക്സ് കോമ്പൗണ്ട്സ് വെച്ച് കഴിഞ്ഞാൽ? കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ആർ ദോസ് ഇൻ വിച്ച് മെറ്റൽ അയോൺസ് ബൈൻഡ് വിത്ത് ആനയോൺസ് ഓർ ന്യൂട്രൽ മോളിക്യൂൾസ് ആൻഡ് ഗിവിംഗ് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ടു ദ കോംപ്ലക്സ്. അപ്പം എന്താണ് കോംപ്ലക്സ് കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ? മെറ്റൽ അയോണുകൾ നെഗറ്റീവ്ലി ചാർജുള്ള ആനയോണുകളുമായിട്ടോ അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള മോളിക്യൂൾസുമായിട്ടോ ജോയിൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകളാണ്. അപ്പോൾ ഇതിൽ മെറ്റൽ അയോൺസ് ജോയിൻ ചെയ്യുന്ന അയോണുകളുടെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് കോംപ്ലക്സ് കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസിൽ മാറ്റം വരുന്നു. അപ്പം ഇങ്ങനെയുള്ള കോംപ്ലക്സുകൾ സാധാരണയായിട്ട് ഫോം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവയാണ് ഈ ട്രാൻസിഷൻ മെറ്റൽസ്. ട്രാൻസിഷൻ മെറ്റൽസ് form a large variety of complex compounds. ചില ഉദാഹരണങ്ങൾ നോക്കാം. അയേൺ എന്ന് പറയുന്ന ട്രാൻസിഷൻ എലമെൻറ്റ് സയനൈഡ് എന്ന നെഗറ്റീവ്ലി ചാർജുള്ള ഒരു അയോണുമായിട്ട് അല്ലെങ്കിൽ ആനയോണുമായിട്ട് ഫോം ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് FeCN6 അതുപോലെ FeCN6 ഇതുകൂടാതെ പ്ലാറ്റിനം ക്ലോറിനുമായിട്ട് ചേർന്നുകൊണ്ട് ഉണ്ടാകുന്ന ഒരു കോംപ്ലക്സ് കോമ്പൗണ്ടാണ് PtCl4 കോപ്പർ NH3 എന്ന ന്യൂട്രൽ ആയിട്ടുള്ള ഒരു മോളിക്യൂളുമായിട്ട് ലിഗാൻഡുമായിട്ട് ജോയിൻ ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ടാണ് CuNH3 ഇങ്ങനെ പല ട്രാൻസിഷൻ എലമെൻസിനും കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഇത്തരത്തിലുള്ള കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്? അതിൻ്റെ കാരണം എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രാൻസിഷൻ മെറ്റൽസ് ഫോം എ ലാർജ് നമ്പർ ഓഫ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഡ്യൂ ടു ദെയർ കമ്പാരിറ്റീവ്ലി സ്മോൾ സൈസ് ഓഫ് മെറ്റൽ അയോൺസ്, ഹൈ ചാർജ് ഡെൻസിറ്റി ആൻഡ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ്. These are the main 3 reasons for the formation of this kind of complex. ഏതൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ മെറ്റൽ അയോൺസ് ആണ്. ദേ ആർ ഹാവിങ് വെരി സ്മോൾ സൈസ് മെറ്റൽ അയോൺസ്. രണ്ടാമത്തേത്, ദേ ആർ ഹാവിങ് ഹൈ ചാർജ് ഡെൻസിറ്റി വളരെ കൂടുതലാണ്. മൂന്നാമത്തെ കാര്യം, ദേ ആർ ഹാവിങ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട് ഫോം ചെയ്യാൻ സഹായിക്കുന്ന വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഉണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇങ്ങനെ 3 പെക്യുലിയർ പ്രോപ്പർട്ടീസും ഒന്നിച്ചുള്ളത് കൊണ്ട് തന്നെ ഈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഒരുപാട് കോംപ്ലക്സ് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം കോംപ്ലക്സ് കോമ്പൗണ്ടുകളെല്ലാം തന്നെ നമ്മുടെ കെമിക്കൽ ഫീൽഡിൽ, അതായത് ഇൻഡസ്ട്രിയൽ ഫീൽഡിലും അതുപോലെ തന്നെ റിസർച്ച് ഫീൽഡിലും മെഡിക്കൽ ഫീൽഡിലും ഒക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളവയാണ്.